മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിൽപ്പെട്ട പന്നിയങ്ങാടുള്ള കോട്ടയിൽ ജയലക്ഷ്മി എന്ന 75-കാരിയും വാക്കടയിൽ ഉമ്മുക്കുൽസുവും പൊളിഞ്ഞു വീഴാറായ വീടുകളിൽ കഴിയുന്നത് പ്രാണഭീതിയോടെയാണ്. ഇവരുടെ ഭൂമി നവകിരണം പദ്ധതിയിലേക്ക് തന്നാൽ 15 ലക്ഷം രൂപ വീതം നൽകാമെന്ന ഉറപ്പ് വനംവകുപ്പ് നൽകി. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലുള്ള അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ അറിയിച്ച പ്രകാരം തങ്ങളുടെ ഭൂമി നൽകാൻ സന്നദ്ധത അറിയിച്ച് ഇവർ ഭൂമി വനംവകുപ്പിന് കൈമാറി. പക്ഷേ 6 വർഷമായിട്ടും ഫണ്ടില്ലെന്ന കാര്യം പറഞ്ഞ് ഇവർക്ക് അർഹതപ്പെട്ട 15 ലക്ഷം നൽകിയതുമില്ല. വനംവകുപ്പിന് ഭൂമി കൈമാറിയ കുടുംബങ്ങൾ ഉടൻ പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വാടക വീടുകളിലേക്ക് താമസം മാറ്റി. എന്നാൽ വാടക പോലും നൽകാൻ നിർവാഹമില്ലാത്ത ജയലക്ഷ്മിയും ഉമ്മുക്കുൽസുവും ഇപ്പോഴും കഴിയുന്നത് കാട്ടാനകൾ എപ്പോഴും എത്തുന്ന ഇവിടെ തന്നെ. രാത്രിയാക്കുന്നതോടെ കാട്ടാനകൾ വീട്ടുമുറ്റങ്ങളിൽ നിലയുറപ്പിക്കും. പിന്നെ പേടിച്ചിട്ട് ചോറ് പോലും കഴിച്ചാൽ ഇറങ്ങില്ലെന്ന് ജയലക്ഷ്മി പറയുന്നു. ഹൃദ്രോഗി കൂടിയായ ഉമ്മുക്കുൽസുവിന് മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇവർ കണ്ണീരോടെ ഒരേ സ്വരത്തിൽ പറയുന്നു, വനംവകുപ്പ് ഞങ്ങളോട് ഈ ചതി കാണിക്കേണ്ടായിരുന്നുവെന്ന്. ഡിഎഫ്ഒയെ കണ്ടാൽ തിരുവനന്തപുരത്ത് പോയി ഉടൻ ശരിയാക്കി തരാമെന്ന് പതിവ് മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. PK ബഷീർ MLAയിൽ മാത്രമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. നവകിരൺ പദ്ധതിയുടെ ഫണ്ട് സർക്കാർ വകമാറ്റി ചിലവഴിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് MLA പറയുന്നത്. കാരുണ്യ മനസ്സുള്ളവർ ഒരു 5 സെന്റ് സ്ഥലവും വീടും നൽകിയാൽ ഇതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇനിയെങ്കിലും ഭയം കൂടാതെ കുറച്ചുനാളെങ്കിലും ജീവിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇവർക്കുള്ളത്. വനംവകുപ്പ് ഇവരുടെ ഭൂമിക്ക് നൽകാമെന്ന് പറഞ്ഞ പണം നൽകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ വയോധികരുടെ കണ്ണുനീർ ഇനിയെങ്കിലും കണ്ടില്ലെന്ന് നടിക്കരുത്. ഞങ്ങളിപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലിപ്പോൾ ഞങ്ങൾ 2 കുടുംബങ്ങളാണ്. 2 കുടുംബങ്ങൾ പറഞ്ഞാൽ കുടുംബങ്ങളാറിനാണ്ടൊക്കെ വാടകയ്ക്ക് വയ്ക്കണം. ഞങ്ങൾ 2 കൂട്ടരുണ്ട്. ഞാനും ഒരു ലക്ഷ്മി അടുത്തി. ഞങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് പോകാനും വെച്ച. ഇപ്പം നേരം പോലത്ത് അന്ത്യോളം ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അന്ത്യമായി പിന്നെ ആന വന്നോളും കൂട്ടിന്. ആനുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആകെ ബുദ്ധിമുട്ടില്ല. എത്ര ആളോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു പറയാം. യാതൊരു മറുപടിയില്ല. വനംവകുപ്പ് ഞങ്ങളൊക്കെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ എല്ലാ പേപ്പറുകളും ഒരു വാങ്ങി വെച്ചിരിക്കണം. പക്ഷേ ഇതുവരെ നടപടിയും തന്നിട്ടില്ല. ഇപ്പം ഇന്നാളെ ഞങ്ങൾ ബഷീറാക്കാനെ കണ്ട. ബഷീറാക്കാരന് പിന്നെ ഇലക്ഷൻ കഴിയട്ടെ, പൈസ ഒന്നും കിട്ടൂല എന്നൊക്കെ മൂപ്പര് പറഞ്ഞത്. എന്നാലും മൂപ്പരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. കാരണം ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് ജയിപ്പിച്ചണമല്ലോ മൂപ്പരെ. അതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട്. ഞങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുക പറയിക്കാരം ആരോടെങ്കിലുമൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ പേരും മുസൽമയാണ്. ഞാനിപ്പോൾ 4 മാസമായി പണിക്ക് പോയിട്ട്. എനിക്ക് സുഖമല്ല. ആദ്യം ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റായിട്ട് തന്നെ ഞങ്ങൾ ഇടങ്ങേറായി ഇവിടെ നിൽക്കുന്നത്. അന്തേ വാതിലുറക്കാൻ പറ്റില്ല. എന്തെന്നെ വന്നാലും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ അവിടെ ആനയാണ്. ഇന്നലെ 4 മണിക്കാണ് ഞങ്ങൾ മുറ്റത്ത് ആന. ഒരാളൊരു വീട്ടിൽ ഒറ്റക്കാവുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അവസ്ഥ എന്ന് ആലോചിച്ചാൽ തന്നെ അറിയുള്ളൂ. ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. ഫോറസ്റ്റിന് വീട് കൊടുത്തിട്ട് അവരാരും അതിന് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പൈസയും കിട്ടിയിട്ടില്ല. ആന ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും കഴിയില്ല. വാടകയ്ക്ക് പോയാൽ വാടക കൊടുക്കാനും വഴിയില്ല. ഈ പെൻഷൻ്റെ ഇതുകൊണ്ടാണ് ജീവിതം തന്നെ കഴിയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കി തരണമെന്നുണ്ട്. ആന വരുന്നുണ്ട്. മിന്നലും കൂടെ വന്നിട്ടുള്ളൂ. ആന കൊണ്ട് കിടന്നുറങ്ങാനും പറ്റണില്ല. പേടിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ. അതിന് എന്താ മറുപടി ഒന്നുമില്ല. കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അവരൊന്നും പറയണില്ല. എന്ത് ചെയ്യാനാണ്? ഒരു നിവർത്തിയില്ല. പേടിച്ച് വരച്ച് കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ചാനൽ ചാലിയാർ. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം. എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം. എന്തെങ്കിലുമൊക്കെ പുതുമ വേണം. ആളുകൾക്ക് ഇഷ്ടമാവണം. ലോകം പറയണം, വാ, versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്. നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.